ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരു ഡിറ്റക്റ്റീവിന്റെ നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുൻപിൽ പോലും ഒട്ടിച്ചു വെച്ചിരുന്ന നോട്ടീസ് പോലീസുകാർ വലിച്ചു കയറി കളയുന്നു. അത് കഴിയുമ്പോൾ ആ ഡിറ്റക്റ്റീവിന് ഒരു അസിസ്റ്റന്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വിഘ്നേഷ് എന്നൊരാള് ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നു. വിക്കി എന്നാണ് അവനെ വിളിക്കുന്നത്. ഡിറ്റക്റ്റീവിന്റെ വീട് അന്വേഷിച്ച് അവൻ അവിടെ എത്തുമ്പോഴാകട്ടെ എത്ര വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറന്നിട്ടിരുന്നതായിരുന്നു. അവൻ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസിന്റെ എല്ലാം തന്നെ വീഡിയോ ടിവിയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വളരെയധികം ഇംപ്രസ് ആയിട്ട് അവൻ അയാളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും അയാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇതാണ് നമ്മുടെ മൂവിയിലെ നായകൻ CI ഡൊമിനിക്. അയാൾ മുൻപ് പോലീസിലായിരുന്നു. എന്തൊക്കെയോ കാര്യം കൊണ്ട് അയാൾ ഇപ്പൊ ജോലിയൊക്കെ വിട്ടിട്ട് ഡിറ്റക്റ്റീവ് ജോലിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വിഘ്നേഷിനെ കണ്ടതും അവനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. എന്നാൽ അവനോട് ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല. കുറച്ചുനേരം അവനെ മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും അവൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. എന്നിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടൊരു കേസിന്റെ കാര്യത്തിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ താമസിക്കുന്ന റൂമിന്റെ ഹൗസ് ഓണർ ആകട്ടെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആ ലേഡിയുടെ പേര് മാധുരി എന്നാണ്. താഴേക്ക് ഇറങ്ങി വന്ന ശേഷം അടുത്തുള്ള കടയിൽ നിന്ന് ഇവർ ആഹാരം കഴിക്കുന്നു. അതിനിടയ്ക്ക് വിക്കി ചോദിക്കുന്നുണ്ട്, സാറൊരു ചോദ്യം പോലും ചോദിക്കാതെ എന്നെ എങ്ങനെയാ തിരഞ്ഞെടുത്തതെന്ന്. എന്നാൽ ഡൊമിനിക് പറയുന്നു, നിന്നെ കണ്ടപ്പോ തന്നെ നിന്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് നിനക്ക് നല്ല ഉറക്കമില്ലാന്ന് മനസ്സിലായി. ഈ ജോലിക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി അത് തന്നെയാണ്. പിന്നെ നിന്റെ ബാഗിലെ ആ സ്റ്റിക്കർ കണ്ടപ്പോ നീ അടുത്തിടെ ഏതോ ഒരു പുറരാജ്യത്ത് ട്രിപ്പിന് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് പോർച്ചുഗലോ ബ്രസീലോ ആകാം. പിന്നെ നിന്റെ കയ്യിലെ ടാൻ കണ്ടപ്പോൾ അത് ബ്രസീൽ തന്നെയാണെന്ന് ഉറപ്പിച്ചു. കാരണം അതാണല്ലോ കൂട്ടത്തിൽ ചൂട് കൂടിയ കൺട്രി. നീ ഇട്ടിരിക്കുന്ന വേഷവും എല്ലാം വെച്ചിട്ട് അതെല്ലാം ബ്രാൻഡഡ് ആണ്. അതുകൊണ്ട് കാശിന് വേണ്ടിയിട്ടല്ല നീ ഈ ജോലിക്ക് വരുന്നത്. അതുകൊണ്ട് നിനക്ക് കൂടുതൽ ശമ്പളവും തരേണ്ടി വരില്ല. പിന്നെ നീ അവിടെ ഇരുന്ന സമയത്ത് നിന്റെ ഫോണിൽ ബുക്ക് മൈ ഷോയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നീ ബുക്ക് ചെയ്തിരിക്കുന്ന ആ സിനിമയും ഒരു ക്രൈം ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇതിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നിന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അതൊക്കെ കേട്ടപ്പോൾ ഡൊമിനിക് എന്തോ വലിയ സംഭവമാണെന്ന് വിക്കിക്കും തോന്നി. പിന്നെ മാത്രമല്ല നിന്റെ കയ്യിൽ ബൈക്കിന്റെ ചാവി ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ യാത്രയെല്ലാം തന്നെ അതിൽ പോകാമെന്നും വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൗസ് ഓണറിന്റെ കാറാണ്. അതാകട്ടെ ഈ അടുത്തിടെ ഞാൻ കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കി ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്. അതുകൊണ്ട് ബൈക്ക് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അവർ ആഹാരം കഴിച്ചിറങ്ങാൻ നേരത്ത് ഡൊമിനിക് പറയുന്നുണ്ട്, കാശ് നീ തന്നെ കൊടുക്കാൻ. അവൻ ബില്ല് പേ ചെയ്തിട്ട് വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, സാറ് കണ്ടുപിടിച്ചതിൽ ഒരു കാര്യം മാത്രം തെറ്റാണെന്ന്. ഞാൻ ബ്രസീലും പോർച്ചുഗലും ഒന്നും പോയിട്ടില്ല. അത് അങ്കിളിന്റെ കൂടെ ദുബായിക്ക് വിസിറ്റിംഗിന് വേണ്ടി പോയതിന്റെയാണ് സ്റ്റിക്കർ കണ്ടത്. തന്റെ കണ്ടുപിടുത്തത്തിൽ ചിലതൊക്കെ തെറ്റിപ്പോകാറുണ്ടെന്ന് അയാൾ പറയുന്നു. അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പൊ നമുക്ക് സോമംപിള്ള എന്ന് പറയുന്ന ഒരാളുടെ കേസ് അന്വേഷണമായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ അവര് ഈ സോമംപിള്ളയെ ഫോളോ ചെയ്തു പോകുന്നു. ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അയാളെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഡൊമിനിക്കിന്റെ അടുത്തുകൂടെ നടന്നുപോയ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് താഴെ വീഴുന്നുണ്ട്. ഡൊമിനിക് അതെടുത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സോമംപിള്ളയെ ഫോളോ ചെയ്ത് അവർ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അയാൾക്ക് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട്. ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അയാൾ പല ഹോട്ടലിലും പോകാറുണ്ടായിരുന്നു. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോണ്ടോ എടുത്ത് അതിന്റെ കൂടെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് അയാൾ പോകുന്നതാകട്ടെ ഒരു ഹോട്ടലിലേക്കാണ്. അതിനുള്ളിലേക്ക് കടന്ന ശേഷം ഡൊമിനിക് ആകട്ടെ വിക്കിയോട് താഴെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. എന്നിട്ട് റിസപ്ഷനിൽ ചെന്ന് തന്റെ കാർഡ് കാണിക്കുന്നുണ്ട്. CI ഡൊമിനിക് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോയി സോമംപിള്ളയുടെ റൂം നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ട് നേരെ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. സോമംപിള്ളയാകട്ടെ ആ സമയത്ത് ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു ആ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നത്. ഡൊമിനിക് പോയി റൂമിൽ നോക്ക് ചെയ്യുകയും അയാൾ തുറന്നതും ഇവർ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള വീഡിയോസ് എല്ലാം തന്നെ ഡൊമിനിക് എടുക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡൊമിനിക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ മല്ലിക ചേച്ചി തന്ന ജോലിയാണിതെന്നും അവരാണ് എന്നെ ഹയർ ചെയ്തതെന്നും നിങ്ങളുടെ ഈ പ്രവർത്തികളെല്ലാം തന്നെ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എനിക്ക് എന്റെ ഫീസ് തരും. 10,000 രൂപയാണ് എന്റെ ഫീസ്. എന്ന സോമംപിള്ള ഡൊമിനിക്കിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാശ് ഞാൻ തരാം, പക്ഷെ ഇതൊന്നും തന്നെ അവളോട് പോയി പറയരുതെന്ന്. എന്നിട്ട് ഡൊമിനിക്കുമായിട്ട് അയാൾ ബാർഗൈൻ ചെയ്യാൻ ആരംഭിച്ചു. 20,000 രൂപ വരെ അയാൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഡൊമിനിക് അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഈ സോമംപിള്ളയോട് ഡൊമിനിക് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സ്ത്രീ ഒരു നല്ല സ്ത്രീയൊന്നുമല്ല. അവരുടെ സ്ഥിരം ജോലി ഇത് തന്നെയാണ്. ഇതുപോലെ കാശുള്ള ആൾക്കാരെ ഹോട്ടൽ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് രഹസ്യമായിട്ട് ക്യാമറ വെച്ച് ഈ വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവരെ അത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് വാങ്ങിക്കും. എന്നിട്ട് ആ ലേഡിയുടെ പേഴ്സിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്യാമറ കൂടി എടുത്ത് ഡൊമിനിക്ക് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതോടുകൂടി സോമംപിള്ള ആകെപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഒടുവിൽ ഡൊമിനിക്കുമായിട്ട് അയാൾ ഒരു ഡീലിലെത്തുന്നു. 50,000 രൂപ തരാമെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ സോമംപിള്ള ഇയാൾക്ക് 50,000 രൂപ കൊടുത്തതോടുകൂടി ഡൊമിനിക്ക് ആകട്ടെ അയാൾ അവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന കുറച്ച് പച്ചക്കറി സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു. ആ കേസ് ഞാൻ സോൾവ് ആക്കിയെന്ന് വിക്കിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഡൊമിനിക്ക് വലിയൊരു ഡിറ്റക്റ്റീവ് ആണെന്നാണ് പുറമെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചിട്ടാണ് ഇയാൾ കാശുണ്ടായിക്കൊണ്ടിരുന്നത്. നല്ല കേസുകളൊന്നും തന്നെ ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അയാൾ ഈ കാര്യത്തെപ്പറ്റി എല്ലാം തന്നെ അയാളുടെ സ്റ്റേഷനിലുള്ള ഫ്രണ്ടായ സാമിയുടെ അടുത്തും പറയുമായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ സ്ഥിതിക്ക് മല്ലികയോട് എന്ത് പറയുന്നു ചോദിക്കുമ്പോൾ ഡൊമിനിക് പറയുന്നുണ്ട്, ഏത് മല്ലിക എന്ന്. ഈ മല്ലിക എനിക്ക് അറിയത്ത് പോലും ഇല്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ മല്ലിക പറഞ്ഞിട്ടൊന്നുമല്ല സോമംപിള്ളയുടെ പുറകെ ഡൊമിനിക് പോയത്. ഇയാൾക്ക് ഇങ്ങനത്തെ ചുറ്റിക്കളി ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഭീഷണിപ്പെടുത്തി വാങ്ങാൻ വേണ്ടിയിട്ടാണ് താൻ ഇൻവെസ്റ്റിഗേഷൻ വന്നതാണെന്നൊക്കെ കള്ളം പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യം ഉടായ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു
ഡൊമിനിക്ക്. അയാൾ അവിടെ നിന്നും കിട്ടിയ സാധനങ്ങളുമായിട്ട് നേരെ വരുന്നത് തന്റെ ഹൗസ് ഓണർ മാധുരിയുടെ അടുത്താണ്. അവിടെ നിന്നായിരുന്നു ഒരു നേരം ഡൊമിനിക്ക് ആഹാരം കഴിച്ചിരുന്നത്. ഡൊമിനിക്കിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കെ മാധുരിയാകട്ടെ അയാളോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്കൊരു കേസ് തരാമെന്ന്. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഒരു പേഴ്സ് കിട്ടി. ആ പേഴ്സ് നിനക്ക് പറ്റുമെങ്കിൽ ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഹോസ്പിറ്റലിലെ റിസപ്ഷനിലെല്ലാം കൊടുത്തിട്ട് പലരോടും ചോദിച്ചതാണ്. അവസാനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞത് അവന്മാർക്ക് കൊലപാതക കേസ് പോലും അന്വേഷിക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നെയാണോ ഈ പേഴ്സ് എന്ന്. അത് കാരണമാണ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്. നിനക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ ഉടമയെ കണ്ടെത്താൻ. ആ പേഴ്സിനുള്ളിൽ കുറച്ച് കാശും ഒരു മാലയുമുണ്ട്. അത് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടിടാനാണ് അയാൾ പറയുന്നത്. എന്നാൽ മാധുരി പറയുന്നു അത് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ആണെങ്കിൽ അവർക്ക് ആവശ്യം കാണും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആളെ കണ്ടെത്താൻ. എന്നാൽ ഡൊമിനിക്ക് ചോദിക്കുന്നു, അങ്ങനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞാലും അയാൾ എനിക്ക് ഫീസൊന്നും തരാൻ പോകുന്നില്ല, വെറുതെ എന്തിനാ ഞാൻ ഇതിന്റെ പിറകെ പോകുന്നത്. എന്നാൽ മാധുരി പറയുന്നു, നീ 4 മാസമായിട്ട് എനിക്ക് വാടക തന്നിട്ടില്ല, ഇതിന്റെ ഉടമയെ നീ കണ്ടെത്തുവാണെങ്കിൽ ആ വാടക നീ എനിക്ക് തരണ്ട. അത് കേട്ടപ്പോൾ ഡൊമിനിക്ക് ആളെ കണ്ടെത്താമെന്ന് സമ്മതിക്കുന്നു. ഡൊമിനിക്ക് പേഴ്സ് കൂടുതൽ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കീറിയ പേപ്പർ കഷ്ണങ്ങളും ഒരു മെമ്മറി കാർഡും കിട്ടുന്നു. ആ പേപ്പർ കഷ്ണങ്ങളെല്ലാം യോജിപ്പിച്ച് നോക്കാൻ അയാൾ വിക്കിയോട് പറയുന്നു. അതെല്ലാം യോജിപ്പിച്ച് നോക്കുമ്പോൾ അതൊരു ലോണിന്റെ പേപ്പർ ആയിരുന്നു. പേരും വിവരങ്ങളും ഒന്നും അതിലുണ്ടായിരുന്നില്ല. ലോൺ നമ്പർ വെച്ചിട്ട് ഡൊമിനിക്ക് ആകട്ടെ തന്റെ പരിചയത്തിലുള്ള ഒരു ബാങ്ക് മാനേജറെ വിളിക്കുന്നു. സോമംപിള്ളയുടെ കേസ് പോലെ ഇടയ്ക്ക് ഇയാൾ കൈയോടെ പൊക്കിയ ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു അയാള്. അതുകൊണ്ട് തന്നെ അയാളെ അയാളുടെ പഴയ ഫോട്ടോസ് ഒക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ട് ആ ലോണിന്റെ ഉടമയെ കണ്ടുപിടിക്കുന്നു. പൂജ രവീന്ദ്രൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അതോടുകൂടി ഈ പേഴ്സിന്റെ ഉടമ പൂജ രവീന്ദ്രനാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്രസ്സും തിരഞ്ഞു പിടിച്ച് ഇവരാകട്ടെ നേരെ പൂജയുടെ വീട്ടിലേക്ക് പോകുന്നു. പൂജ താമസിച്ചിരുന്നത് തന്റെ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ആ കൂട്ടുകാരികൾ പറയുന്നുണ്ട് പൂജയെ കാണാതായിട്ട് 4 ദിവസമായെന്ന്. ഇത് പൂജയുടെ പേഴ്സ് തന്നെയാണ്. അത് കേട്ടതോടുകൂടി വിക്കിയും ഡൊമിനിക്കും ഞെട്ടി. ജാൻസി, രമ്യ എന്നിങ്ങനെയായിരുന്നു പൂജയുടെ ഫ്രണ്ട്സിന്റെ പേര്. പൂജയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് പൂജയ്ക്ക് 2 വർഷം മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും അന്നത് സീരിയസ് ആയിരുന്നു, പിന്നെ അവര് ബ്രേക്കപ്പ് ആയി എന്ന്. പിന്നെ അവളുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആൽബി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പോലീസിലേക്ക് കംപ്ലൈന്റ് കൊടുത്ത ശേഷമാണ് അവന്റെ ശല്യം തീർന്നത്. ഈ ആൽബി ലാസ്റ്റ് വീക്ക് ഇവിടെ കുടിച്ചിട്ട് വന്നിട്ട് പൂജയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാണാതാകുന്നതിന്റെ തലേ ദിവസം അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് മിസ്സിംഗ് ആകുന്നതിന്റെ തലേ ദിവസം അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് എവിടേക്കോ പോകുമെന്ന് പറഞ്ഞിരുന്നുവെന്ന്. അവർ തമ്മിൽ കണ്ടിട്ട് 2 വർഷമായി. അതിനുശേഷമാണ് ഇപ്പോൾ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞത് തന്നെ. അവളുടെ എക്സിന്റെ പേര് കാർത്തിക് എന്നാണ്. അവൻ അവൾക്ക് കൊടുത്ത അഡ്രസ് എല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു. അഡ്രസ്സിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അവളെ കാണാതായപ്പോൾ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു. അവളുടെ അമ്മ ഇവിടെ വന്നിട്ട് കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിന്റെ വിവരങ്ങൾ ജാൻസി ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല എന്നാണ് അവൾ വന്ന് ഡൊമിനിക്കിനോട് പറയുന്നത്. അങ്ങനെ ഡൊമിനിക്ക് നേരെ വന്ന് മാധുരിയോട് പറയുന്നുണ്ട് പേഴ്സിന്റെ ഉടമയെ കണ്ടെത്തി. പൂജ രവീന്ദ്രൻ എന്നാണ് പേര്, 25 വയസ്സെന്ന്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ആ പെൺകുട്ടി മിസ്സിംഗ് ആണ്. എന്നാൽ ഇത് കേട്ടതും മാധുരി ഒന്ന് ഷോക്കായി. പക്ഷെ ഇതോടുകൂടി എന്റെ ജോലി തീർന്നുവെന്നാണ് ഡൊമിനിക്ക് പറയുന്നത്. ആളെ കണ്ടെത്തണമെന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ. എന്നാലും ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാധുരിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഡൊമിനിക്കിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ എക്സ് വൈഫ് ലക്ഷ്മി വരുന്നുണ്ട്. അവരും അവരുടെ ഹസ്ബൻഡും ദുബായിക്ക് ഷിഫ്റ്റ് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നായയെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവള് പറയുന്നത് അവളുടെ പുതിയ ഹസ്ബൻഡിന് ദുബായിൽ നല്ല ബിസിനസ് ഒക്കെയാണെന്നാണ്. എന്നാൽ അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഡൊമിനിക്ക് വിക്കിയോട് പറയുന്നുണ്ട് അയാളിപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു പൊട്ടിപ്പൊളഞ്ഞ കമ്പനിയിലാണെന്ന്. അത് അവൾക്ക് അറിയില്ല. അന്ന് രാത്രി വീണ്ടും മാധുരിയാകട്ടെ ഡൊമിനിക്കിനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന്. മാധുരിക്ക് എന്താ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് തന്റെ മകനും പണ്ട് കപ്പൽ ജോലിക്ക് പോയിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് കാണാതായതാണ്. അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ കണ്ടെത്തണം. തനിക്കതുകൊണ്ട് എന്ത് ഗുണമാണെന്ന് ഡൊമിനിക്ക് വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ മാധുരി പറയുന്നുണ്ട് നീ എന്റെ കാറ് കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കിയിട്ട് അതിപ്പോ വർക്ക്ഷോപ്പിൽ കിടക്കുന്നില്ലേ, അത് ശരിയാക്കി കിട്ടാൻ 50,000 രൂപയെങ്കിലും വേണം. അതെന്തായാലും നീ തരാൻ പോകുന്നില്ല. എന്നാൽ ഇത് കിട്ടി ഡൊമിനിക്ക് പറയുന്നു അതൊക്കെ ട്രാഫിക് സിഗ്നലിന്റെ പ്രശ്നമാണെന്ന്. ചുവപ്പ് കത്തേണ്ടടുത്ത് മഞ്ഞ കത്തി, മഞ്ഞ കത്തേണ്ടടുത്ത് പച്ച കത്തി, അതുകൊണ്ടുണ്ടായ മിസ്റ്റേക്ക് മൂലമാണ് ആ ആക്സിഡന്റ് ഉണ്ടായത്. എന്നാൽ മാധുരി പറയുന്നു എന്തോ ആയിക്കോട്ടെ, നീ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കാശ് വാങ്ങിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ കേസ് നീ സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ കാശ് ഒന്നും തന്നെ നീ തിരിച്ചു തരണ്ട. അങ്ങനെ മാധുരി പറഞ്ഞത് കേട്ടിട്ട് അവസാനം ഡൊമിനിക്ക് ആ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. പൂജയുടെ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്ന ആ ആൽബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവനെ കുറിച്ച് മോശം കാര്യങ്ങളാണ് അവന്റെ അമ്മ പറയുന്നത്. ഇവിടെ വന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ചിട്ടിപ്പിടിച്ച് വെച്ചിരുന്ന കാശുമായിട്ട് അവൻ പോയി. അവനെ കൊണ്ട് എനിക്ക് ശല്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവസാനം ഡൊമിനിക്കാകട്ടെ അവന്റെ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ട് അവൻ വഴി ആൽബിയെ പൊക്കുന്നു. എന്നാൽ ഡൊമിനിക്കിനെ കണ്ടതും ആൽബി ഓടുന്നുണ്ട്. ഡൊമിനിക്ക് പിറകെ തന്നെ കൂടി. അതിനിടയിൽ ആൽബി പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അവളാണ് വെറുതെ പ്രശ്നത്തിന് വന്നതെന്ന്. അവളെ നീ അവസാനമായിട്ട് കണ്ടതെന്നാണെന്ന് ചോദിക്കുന്നു. ഇൻഫോ പാർക്കിലെ പൂജയെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ഡൊമിനിക്ക് പറയുന്നു. അവളുമായിട്ടുള്ള പ്രശ്നമൊക്കെ കുറെ നാളു മുമ്പേ കഴിഞ്ഞതാ. ഇപ്പൊ ഞാൻ വേറൊരു പെണ്ണിന്റെ പിറകെയാണ്, അല്ലാതെ എനിക്ക് പൂജയുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഡൊമിനിക്കിനെ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് വിക്കി ആകട്ടെ ആൽബിയുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുന്നു. അവന്റെ ബോധം പോയി. അതോടുകൂടി പിന്നീട് കാണിക്കുന്നത് പോലീസ് വന്നിട്ട് ഇവർ 2 പേരെയും ലോക്കപ്പിൽ കൊണ്ടിടുന്നതാണ്. വിക്കി ആകെ ടെൻഷനിലായി. അവൻ ആദ്യമായിട്ടായിരുന്നു ലോക്കപ്പിൽ കയറുന്നത്.
പറയുന്നത്. പോലീസിലിരിക്കെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരുപാടിടത്തേക്ക് ട്രാൻസ്ഫർ ആകേണ്ടി വന്നിട്ടുണ്ടെന്നും അവസാനം മടുത്തിട്ടാണ് ജോലി വിട്ടതെന്നാണ് ഡൊമിനിക് വിക്കിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മറ്റു പോലീസുകാരിൽ നിന്നും വിക്കി അറിയുന്നുണ്ട് ഡൊമിനിക് വലിയൊരു കൈക്കൂലിക്കാരനായിരുന്നുവെന്നും കള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത് കാരണം ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്നും. അപ്പോഴേക്കും ഡൊമിനിക്കിനെയും വിക്കിയും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മാധുരിയാകട്ടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൽബിയുടെ അമ്മയും കൂടെയുണ്ട്. അവർക്ക് പരാതിയൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും പുറത്തുവിട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ ഡൊമിനിക് ആകട്ടെ പൂജയുടെ പേഴ്സിലുണ്ടായിരുന്ന ആ മെമ്മറി കാർഡ് എടുത്തിട്ട് നോക്കുന്നു. അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ അവർ 3 പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണം അടിച്ചിട്ടും എല്ലാം തെറ്റായിരുന്നു. അവസാനം മാധുരി ഒന്ന് ട്രൈ ചെയ്യുന്നു. പൂജ 1 2 3 അടിച്ചതും അത് തുറന്നു. 2 വർഷം മുമ്പ് പൂജ യൂസ് ചെയ്തിരുന്ന മെമ്മറി കാർഡ് ആയിരുന്നു അത്. അതിലെല്ലാം തന്നെ പൂജയുടെ ഫോട്ടോസേ ഉള്ളൂ. കാർത്തികിന്റെ ഒരു ഫോട്ടോ പോലുമില്ല. അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. പൂജയും കാർത്തികും ചേർന്നിട്ട് മൂന്നാറുള്ള ഏതൊരു ഹോട്ടലിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അത്. അതിൽ കാർത്തികിന്റെ ഫേസ് ഉണ്ടായിരുന്നില്ല. കാർത്തിക് ആയിരുന്നു ആ വീഡിയോ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അവിടെ ടിവിയിൽ ന്യൂസ് പ്ലേ ചെയ്യുന്നുണ്ട്. അതിലൊരാള് ഒരു വായനശാല ഉദ്ഘാടനം ചെയ്തതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ചെയ്ത ആ ഒരു വാർത്ത കേട്ടിട്ട് ആ പഞ്ചായത്ത് മെമ്പറിന്റെ ഫേസ്ബുക്ക് ഐഡി എടുക്കുകയും അങ്ങനെ അയാൾ എന്നാണ് ആ വായനശാല ഉദ്ഘാടനം ചെയ്തതെന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഡിസംബർ 31 2021 ആ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ദിവസം തന്നെയാണ് ഇവരവിടെ പോയിരിക്കുന്നതും. കാരണം ന്യൂസിൽ അന്ന് ഉദ്ഘാടനം നടന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഡൊമിനിക് വീണ്ടും ജാൻസിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പൂജ ബ്രേക്കപ്പിന്റെ റീസൺ വല്ലതും പറഞ്ഞിരുന്നു എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ബ്രേക്കപ്പിന് ശേഷം വളരെയധികം സങ്കടത്തിലായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു തവണ കാർത്തികിന്റെ കയ്യിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി കണ്ടിരുന്നു. പൂജയായിട്ട് സാരി ഒന്നും ഉടുക്കാറുമില്ലായിരുന്നു. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ട് കാർത്തിക് അപ്പോൾ എന്തോ കള്ളം പറഞ്ഞു. അതിന്റെ പേരിൽ അവർ തമ്മിൽ ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷം പൂജ ആകെ സങ്കടത്തിലുമായിരുന്നു. ജനുവരി 10 രാവിലെ 2 വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയ തന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാനിറങ്ങിയ പൂജയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ ഡൊമിനിക് വിക്കിയും കൂട്ടി നേരെ പോകുന്നത് മൂന്നാർക്കാണ്. അവർ പല ഹോട്ടലുകളും കയറി ഇറങ്ങുന്നു. ഒടുവിൽ പൂജയുടെ വീഡിയോയിൽ കണ്ടിരുന്ന അതേ വാൾപേപ്പർ ഒട്ടിച്ചിരുന്ന ഒരു ഹോട്ടല് അവർ കണ്ടെത്തുന്നു. അതിൽ കാണിക്കുന്ന റൂം ഇതേ ഹോട്ടലിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. 2021 അവരിവിടെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ CCTV ഫുട്ടേജ് ഒന്നും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. അവർ ചെക്ക് ഇൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ എടുക്കാമെന്ന് പറയുന്നു. ആ റൂം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഡൊമിനിക് ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ തന്നെയായിരുന്നു അവർ രണ്ടുപേരും താമസിച്ചിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവിടുത്തെ ചെക്ക് ഇൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അവിടെയും അഡ്രസ് കൊടുത്തിരുന്നത് പൂജയുടേതായിരുന്നു. സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ പേയ്മെന്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ്. കാർത്തിക് ആയിരുന്നു പേയ്മെന്റ് ചെയ്തിരുന്നത്. അങ്ങനെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. അവന്റെ ഓഫീസ് അഡ്രസ്സും അവന്റെ വീട്ടിലെ അഡ്രസ്സും എടുത്തിട്ട് ഇവർ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അടച്ചിട്ടിരിക്കുന്ന കാരണം അവിടെ പുറത്തു തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടിയും ഒരു ജോലിക്കാരനും ആ വീട്ടിലേക്ക് കയറി പോകുന്നത് കാണുന്നു. അങ്ങനെ ഡൊമിനിക് അകത്തേക്ക് കയറി പോയിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് കാർത്തിക് ഇല്ലേ എന്ന്. ഇല്ലാന്ന് അവൾ പറയുന്നു. അവൾ കാർത്തികിന്റെ സഹോദരിയായിരുന്നു. അവളുടെ പേര് നന്ദിത എന്നാണ്. എന്നാൽ അവളിൽ നിന്നും ഡൊമിനിക് അറിയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. കാർത്തികിനെ കാണാതായിട്ട് 2 വർഷം കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31 മുതലാണ് അവനെ കാണാതായിരിക്കുന്നത്. അന്ന് തന്നെയായിരുന്നു അവർ രണ്ടുപേരും മൂന്നാറിൽ റൂം എടുത്തതും. അവിടെ നിന്നും കാർത്തികിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ ഡൊമിനിക്കിന് കിട്ടുന്നു. താൻ പൂജ മിസ്സിംഗ് കേസ് അന്വേഷിച്ചാണ് വന്നതെന്ന് അയാൾ പറയുന്നു. ആ കേസും ചേട്ടന്റെ കേസുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ 2 വർഷം മുമ്പ് പൂജയും കാർത്തിക്കും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും അവർ ബ്രേക്കപ്പ് ആയെന്നും പറയുന്നു. പക്ഷേ പൂജ മിസ്സിംഗ് കേസിൽ എന്നെ ഇവിടെ എത്തിച്ചത് മറ്റൊരു കാര്യമാണ്. പൂജ കാണാതാകുന്നതിന്റെ തലേന്ന് അവൾ 2 വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയ കാർത്തിക്കിനെ കാണാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അത് കേട്ട് നന്ദിതയൊന്നും ഞെട്ടി. കാരണം 2 വർഷം മുമ്പ് തന്നെ കാർത്തിക്കിനെ കാണാതായിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ എങ്ങനെ അവൾ കാർത്തിക്കിനെ കാണാൻ വേണ്ടി ഇറങ്ങും? അങ്ങനെയാണെങ്കിൽ പൂജയ്ക്കറിയാമായിരിക്കും കാർത്തിക് എവിടെയാണെന്ന്. കാർത്തിക് പൂജയെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിത പറയുന്നുണ്ട് താൻ ആ സമയത്തൊക്കെ കൊൽക്കത്തയിലായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്നും സർപ്രൈസ് ആണെന്നുമാണ് പറഞ്ഞത്. അല്ലാതെ പേരൊന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. അവസാനമായിട്ട് കാർത്തികിനെ എന്നാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ആ ഡിസംബർ 31 തന്നെയാണ് താൻ അവനെ അവസാനമായിട്ട് കണ്ടതെന്ന്. കാർത്തികും താനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോലത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് എവിടേക്കെങ്കിലും ഒക്കെ 3-4 ദിവസം പറയാതെ യാത്ര പോകും. വിളിച്ചാൽ പോലും കിട്ടില്ല. പെട്ടെന്നൊരു ദിവസം മുന്നിൽ വന്ന് നിൽക്കും. നന്ദിത ഒരു ഡാൻസർ ആയിരുന്നു. ചെറുപ്പകാലം എല്ലാം തന്നെ തമിഴ്നാട്ടിലായിരുന്നു. അവരുടെ പേരൻസിൽ ഒരാൾ മലയാളിയും ഒരാൾ തമിഴുമാണ്. അവിടെ നിന്നും കാർത്തികിന്റെയും നന്ദിതയുടെയും ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് ഡൊമിനിക് ഇറങ്ങാൻ നേരം നന്ദിതയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അവസാനമായിട്ട് അവനെ കണ്ടത് 31 തന്നെയല്ലേ? കണ്ടൂന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഫോണിൽ വിളിച്ചതൊന്നും അല്ലല്ലോ എന്ന്. ഇല്ല ഞാൻ കണ്ടൂന്ന് തന്നെ അവള് പറയുന്നു. ഏകദേശം എത്ര മണിക്കായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഒരു 11-11:30 ടൈമിലായിരിക്കും എന്ന്. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്. അപ്പോൾ ഡൊമിനിക് പറയുന്നുണ്ട് അതിനുശേഷമായിരിക്കും അവൻ പോയി ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതെന്ന്. അവരുടെ അയൽക്കാരോടൊക്കെ ചോദിക്കുന്നതിൽ നിന്നും കുറെ കാര്യങ്ങൾ കൂടി ഡൊമിനിക്കിന് കിട്ടുന്നുണ്ട്. കാർത്തിക് 2-3 വർഷം മുമ്പ് വരെ ഇവിടേക്ക് വരാറുണ്ടായിരുന്നു. അധികം ആരോടും സംസാരിക്കാറൊന്നുമില്ല. എന്നാൽ ഇപ്പോഴെങ്ങും കാണാറില്ല എന്ന് അവർ പറയുന്നു. അതവരുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയാണ്. അച്ഛനും അമ്മയും മരിച്ച ശേഷമാണ് കാർത്തിക് ആദ്യം ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. കാർത്തികിനെ കാണാതായതിനു ശേഷമാണ് നന്ദിത ഇവിടേക്ക് വന്നത്. കാർത്തികിനെ പറ്റി ആ കുട്ടി ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ എങ്ങു നിന്നും ഒന്നും കിട്ടിയില്ല. ആ കുട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്നാണ് നെയ്ബേഴ്സ് പറയുന്നത്. അവന്റെ മിസ്സിംഗ് കേസ് നന്ദിത മൂന്നാർ ടൗൺ പോലീസ് സ്റ്റേഷനിലായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ
നന്ദിതയും കൂട്ടി അവർ വീണ്ടും അവിടേക്ക് പോകുന്നു. പോലീസുകാര് അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ നേരത്ത് പോലീസുകാരൻ നന്ദിതയെ പറ്റി പറയുന്നത് ഡൊമിനിക് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് ദിവസം കൂടി വരും തോറും സൗന്ദര്യം കൂടി വരികയാണെന്ന്. ഡൊമിനിക്കിന് അതൊന്നും കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള സംസാരത്തിൽ നിന്നും ഡൊമിനിക് ഇപ്പോൾ പോലീസിലല്ല എന്നുള്ള കാര്യം നന്ദിതയ്ക്ക് മനസ്സിലായി. CA ഡൊമിനിക് എന്ന് പിന്നെന്താ പറയുന്നത് ചോദിക്കുമ്പോൾ CA തന്റെ ഇനിഷ്യലാണെന്നാണ് അയാൾ പറയുന്നത്. ചാൾസ് ഈനാഷു ഡൊമിനിക് എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര്. അതുകൊണ്ട് തന്നെ ആ CA എന്നുള്ളത് പോലീസ് ജോലി പോയാലും എടുത്ത് മാറ്റാൻ പറ്റില്ല. താൻ ഒരു ഡിറ്റക്റ്റീവ് ആണെന്നും പൂജയെ കണ്ടെത്തുകയാണ് തന്റെ ജോലിയെന്നും അയാൾ പറയുന്നു. നന്ദിത താൻ പോട്ടെ, തനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാം എന്ന് കേട്ടപ്പോൾ ഡൊമിനിക് പറയുന്നുണ്ട് തനിക്കും കാണാൻ പറ്റുമെന്ന്. വന്നോളാൻ അവളും പറയുന്നു. തനിക്ക് ഡാൻസും ഇഷ്ടമാണ്, ഈ ഡാൻസേഴ്സിനെ ഇഷ്ടമാണെന്ന് വിക്കി പറയുന്നത് കേട്ടതും ഡൊമിനിക് പറയുന്നുണ്ട് നീ തൽക്കാലം നാട്ടിലേക്ക് പോയിക്കോ, അവിടെ വേറൊരു കേസ് ഉണ്ടെന്ന്. എന്നിട്ട് അവനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. നന്ദിതയുടെ ഡാൻസ് കാണാൻ ഡൊമിനിക് പോകുന്നു. അവളുടെ ആ ഡാൻസ് എല്ലാം കണ്ടതോടുകൂടി ഡൊമിനിക്കിന് അവളോടുള്ള ഇഷ്ടം കൂടാൻ തുടങ്ങി. ഒരു നിമിഷം അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഡാൻസ് കഴിഞ്ഞിറങ്ങിയ നന്ദിതയുടെ അടുത്ത് ആരൊക്കെ വന്നെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഡൊമിനിക് ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദിതയും ഫ്രണ്ടിനെയും താൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഡൊമിനിക് അവർക്കൊരു ലിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കാറിൽ പോകുന്ന വഴിക്ക് നേരത്തെ നന്ദിതയുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ അയാളാകട്ടെ ഇവരുടെ വണ്ടിക്ക് കുറുക്ക് വെക്കുന്നു. അയാളുടെ പേര് ജോൺ എന്നായിരുന്നു. അയാളെ പരിചയമുണ്ടോന്ന് ഡൊമിനിക് ചോദിക്കുമ്പോൾ ഞാൻ അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് എന്നാണ് നന്ദിത പറയുന്നത്. കാർത്തിക് പലതവണ ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ടാവുന്ന വിധമൊക്കെ ഞാനത് കൊടുത്തതാണ്, ഇനിയും കുറച്ചുകൂടി കൊടുക്കാനുണ്ട്, അതിന്റെ പേരിലായി ശല്യം ചെയ്യുന്നത്. ഡൊമിനിക് അവരോട് പോയി സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടി തരാനുള്ള കാശ് അവൾ കുറേശ്ശെ തന്നു തീർക്കും, ഇല്ലെങ്കിൽ ഞാൻ തരാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ 18 ലക്ഷം തരാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അത് കേട്ടതും ഡൊമിനിക് ഞെട്ടി. ഒരിക്കലും അത്രയും തുക ഉണ്ടായിരിക്കുമെന്ന് ഡൊമിനിക് വിചാരിച്ചിരുന്നില്ല. കാശ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവളെ മതി എന്ന് പറഞ്ഞിട്ട് നന്ദിതയുടെ അടുത്തേക്ക് അയാൾ പോകാൻ തുടങ്ങിയതും ഡൊമിനിക് അയാളെ അടിച്ച് താഴെയിടുന്നു. അങ്ങനെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് നന്ദിതയും കൂട്ടി അയാൾ വീട്ടിലേക്ക് പോകുന്നത്. കാർത്തികിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഡൊമിനിക് നന്ദിതയോട് ചോദിക്കുന്നുണ്ട്. കാർത്തിക് നാടകത്തിലേക്ക് അഭിനയിക്കുമായിരുന്നു. നാടകവുമായിട്ട് അവനെങ്ങനെ കണക്ട് ആയി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും ഒരു നാടക ഗ്രൂപ്പിലുണ്ടായിരുന്നുവെന്ന്. അച്ഛൻ മലയാളിയും അമ്മ തമിഴുമാണ്. അവരുടെ കുട്ടിക്കാലം എല്ലാം തന്നെ തമിഴ്നാട്ടിലായിരുന്നു. അമ്മ നാടക ഗ്രൂപ്പിലെ ഡാൻസർ ആയിരുന്നു. കാർത്തിക് അച്ഛനെ പോലെ ആക്ടറുമായി, ഞാൻ അമ്മയെ പോലെ ഡാൻസറുമായി. പിന്നെപ്പോഴാ കേരളത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മയുടെ അച്ഛന്റെയൊക്കെ മരണശേഷം എനിക്കൊരു 10-14 വയസ്സുള്ളപ്പോൾ ഹാർട്ടിനൊരു പ്രോബ്ലം വന്നുവെന്ന്. ഡാൻസ് ചെയ്യാൻ പോയിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് കുറെ കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു മേജർ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതിനുശേഷം ചേട്ടൻ അച്ഛന്റെ നാടായ കേരളത്തിലേക്ക് വന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങനെ ഞങ്ങൾക്ക് ആരും തന്നെയില്ല. ഇതാണ് ഞങ്ങളുടെ കഥ. നിങ്ങളുടെ കഥ എന്താണെന്ന് ഡൊമിനിക്കിനോട് നന്ദിത ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ചെറുപ്പം മുതലേ തനിക്ക് പോലീസ് ആകാനായിരുന്നു ആഗ്രഹം. മറ്റു പല ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നിട്ടും ഞാൻ പോലീസിൽ തന്നെ ചേരാൻ ആഗ്രഹിച്ചു. പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ കണ്ണെന്നെ ചതിച്ചു. എനിക്ക് പച്ചയും ചുവപ്പും ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നു. അത് കാരണം എനിക്ക് ആ ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. എന്നാലും ആ ജോലിയോടുള്ള ആഗ്രഹം കാരണം ഞാനൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറി. എന്നാൽ കുറച്ചുനാൾ മുമ്പ് അത് പിടിക്കപ്പെടുകയും ജോലി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഡിറ്റക്റ്റീവ് ജോലി. ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത് താൻ ഒരു കല്യാണം കഴിച്ചിരുന്നു. ലക്ഷ്മി എന്നാണ് ഭാര്യയുടെ പേര്. ജോലിയും പോയി, എന്റെ കള്ളത്തരം എല്ലാം അറിഞ്ഞതോടുകൂടി അവളും എന്നെ ഇട്ടിട്ട് പോയി. പ്രധാനപ്പെട്ട കേസിൽ കാറിന്റെ കളർ റോങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പോലീസുകാർ കണ്ടെത്തിയത്. അങ്ങനെ നന്ദിതയോടുള്ള ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഡൊമിനിക് അവിടെ നിന്നും പോയി. പിന്നീട് അയാൾ പോകുന്നത് കാർത്തിക് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്കാണ്. അവിടുത്തെ ഹെഡായ പ്രകാശിന്റെ ഓഫീസിലേക്കാണ് അയാൾ ആദ്യം കയറി ചെല്ലുന്നത്. അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതൊരു NGO പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ലീഗൽ സിസ്റ്റത്തിന്റെ കോസ്റ്റ് ഒന്നും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് ഇവിടുത്തെ ഓപ്പറേഷണൽ മാനേജർ ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ അവനധികം സംസാരിക്കാറൊന്നുമില്ലായിരുന്നു ആരോടും. ജോലിയെല്ലാം നല്ലപോലെ ചെയ്യുമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അയാൾ കാർത്തികിനെ കുറിച്ച് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. അയാളുടെ കൂടെ ഇരുന്ന ആൾ പറയുന്നുണ്ട് കാർത്തിക് ചെയ്തുകൊണ്ടിരുന്ന പല കേസുകളിലും എതിർഭാഗത്തു നിന്ന് അവന് വധഭീഷണി വന്നിട്ടുണ്ടെന്ന്. എന്നാൽ പ്രകാശ് നിസ്സാരമായി പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണെന്ന്. കാർത്തികിനെ താൻ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം ടെൻസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും ഒരു കൊളീഗ് പറയുന്നു. അത് ഈ ജോലിയുടെ സ്ട്രെസ് കൊണ്ടൊക്കെയാണെന്നാണ് പ്രകാശ് പറയുന്നത്. പിന്നീട് അവർ പോകുന്നത് കാർത്തിക് ജോലി ചെയ്തിരുന്നപ്പോൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ്. അയൽക്കാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു കാർത്തിക് അധികം അങ്ങനെ ആരോട് സംസാരിക്കാറില്ലായിരുന്നു. രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ മാത്രമാണ് ഞാൻ അവനെ കാണാറുള്ളത്. അവന്റെ വീട്ടിലേക്ക് അധികം വിസിറ്റേഴ്സും വരാറില്ലായിരുന്നു. പക്ഷെ കാണാതാകുന്നതിന് 2-3 ദിവസം മുമ്പ് അവിടെ ഒരു യങ് ലേഡിയെ ഞാൻ കണ്ടു. 2-3 തവണ കണ്ടു. അവർ സാരിയാണ് ഉടുക്കുന്നത്. അന്ന് ഞാൻ കാറ്ററാക്ടിന്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കാർത്തികിന് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിലെല്ലാം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനത്തെ സംഗീതങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. 31 ഡിസംബറിന് രാവിലെ കാർത്തികിനെ ഞാൻ കണ്ടിരുന്നു. പിറ്റേന്ന് അവനെ കണ്ടില്ല. ആ സാരി ഉടുത്ത സ്ത്രീയെ അവിടെ ഞാൻ കണ്ടു ന്യൂ ഇയറിന്റെ അന്ന്. അവരുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കാർത്തികിനെ അവിടെയെങ്ങും കണ്ടിട്ടില്ല. പിന്നീട് ഡൊമിനിക് വിക്കിയോട് പറയുന്നുണ്ട് കാർത്തികിന്റെ ഓഫീസിലെ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവൻ കൈകാര്യം ചെയ്തിരുന്ന കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു തന്നിട്ടുണ്ടെന്ന്. ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കളി കളിക്കണം. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. പിന്നീട് നന്ദിതയെ വിളിച്ചിട്ട് ഡൊമിനിക് ചോദിക്കുന്നുണ്ട് കാർത്തിക് താമസിച്ചിരുന്ന ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുവെന്ന്. ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷെ ആ വീട് എനിക്ക് അറിയാമെന്നാണ് അവള് പറയുന്നത്. കാർത്തിക് അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ കൽക്കത്തയിലായിരുന്നു. പിന്നെ കാർത്തികിനെ കാണാതായ ശേഷം
റെന്റ് ബാലൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഹൗസ് ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വീട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ആ ഇഷ്യൂ സോൾവ് ചെയ്തതുമാണ്. കാർത്തികിന്റെ നെയ്ബർ പറഞ്ഞ പെൺകുട്ടി ആരായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു ഡൊമിനിക്ക്. വിക്കി പറയുന്നുണ്ട് പൂജയ്ക്കറിയാത്ത കാർത്തികിന്റെ മറ്റേതെങ്കിലും ഗേൾഫ്രണ്ട് ആയിരിക്കും അത്. ആ പെൺകുട്ടിക്കായിരിക്കും കാർത്തിക് ആ സാരി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ ഒരു സാധ്യത മാത്രമാണെന്നാണ് ഡൊമിനിക്ക് പറയുന്നത്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം നമുക്ക് കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്തിരുന്ന കേസിലെ ആൾക്കാരുടെ പിന്നാലെ പോകാമെന്ന് ഡൊമിനിക്ക് പറയുന്നു. അവർ 3 പേരായിരുന്നു: ടോണി, സഞ്ജയ്, ഇബ്രാഹിം. കാർത്തിക് കൈകാര്യം ചെയ്തിരുന്ന ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് പാർട്ടീസ് ആയിരുന്നു ഇവർ. ഇവരെല്ലാം കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്കി അയാൾ ഏർപ്പാടാക്കുന്നു. താനപ്പോഴേക്കും കാർത്തികിന്റെ ഹോം ടൗൺ ആയ തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്നാണ് ഡൊമിനിക്ക് പറയുന്നത്. തമിഴ്നാട്ടിൽ അന്വേഷിക്കുമ്പോൾ ആ ഡ്രാമ കമ്പനിയൊക്കെ പൂട്ടിപ്പോയിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു. ഇവിടെ തന്നെയാണ് അതിന്റെ ഓഫീസ്. അതിന്റെ ഓണർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളാണ്. അയാൾ ഇപ്പൊ നാട്ടിലില്ല, വേറെ എവിടെയോ ടൂർ പോയിരിക്കുകയായിരുന്നു. അയാളുടെ ലാൻഡ് ലൈൻ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൽക്കാലം അത് ഡൊമിനിക്ക് കളക്ട് ചെയ്യുന്നു. അയാൾ വീട്ടിലെത്തുമ്പോഴേക്കും വിളിക്കാനായിരുന്നു അത്. കാർത്തിക്കിന്റെ ഫോട്ടോ ആകട്ടെ ആ കടക്കാരനെ കാണിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് കാർത്തിക്കിനെ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഡൊമിനിക്ക് തന്റെ ഫോൺ നമ്പരും ആ കടക്കാരന് കൊടുക്കുന്നുണ്ട്. ചന്ദ്രശേഖർ വരുവാണെങ്കിൽ തന്നെ ഒന്ന് വിളിക്കാൻ പറയണമെന്നും പറയുന്നു. ആ ഡ്രാമ കമ്പനിയുടെ സാധനങ്ങളിലായിരിക്കുന്ന റൂം ഇവിടെ ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഡൊമിനിക്ക് അതെല്ലാം തന്നെ പരിശോധിക്കുന്നു. കാർത്തികിന്റെ അച്ഛനും കാർത്തിക്കും എല്ലാം അഭിനയിച്ച നാടകങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അതിലുണ്ടായിരുന്നു. ഇവിടെ വിക്കി ആകട്ടെ ഡൊമിനിക്ക് പറഞ്ഞ പ്രകാരം കാർത്തിക്കിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കേസിന്റെ എതിർകക്ഷികളായിട്ടുള്ള ആ 3 പേരുടെയും വീടുകൾക്ക് അടുത്തൊക്കെ കൊണ്ടൊട്ടിക്കുന്നു. അതിൽ സഞ്ജയ് എന്ന് പറയുന്ന ആളാകട്ടെ ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഒരു റിയാക്ഷനും ഇല്ലാതെയാണ് പോകുന്നത്. എന്നാൽ ഇബ്രാഹിം എന്ന് പറയുന്ന ആള് കാർത്തികിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് ഇയാളെ അറിയാമെന്നും പറയുന്നു. അല്ലാതെ അയാളുടെ മുഖത്തൊരു ടെൻഷനോ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളോ ഒന്നും തന്നെ വിക്കിക്ക് ഫീൽ ആകുന്നില്ല. ഇനി ഒരാൾ കൂടിയേ ബാക്കിയുള്ളൂ, ടോണി. അയാൾ ദുബായിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷണം സാധ്യമാക്കാൻ പറ്റൂ. ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിരുന്നു ഡൊമിനിക്ക് വിക്കിയെ ഏൽപ്പിച്ചത്. അങ്ങനെ ടോണി തിരിച്ചു വന്നു കഴിയുമ്പോൾ അയാളുടെ വീടിന്റെ അടുത്തും ഇവർ ഈ പരസ്യം കൊണ്ടൊട്ടിക്കുന്നു. അത് കണ്ട് ടെൻഷനായ അയാളാകട്ടെ പെട്ടെന്ന് ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഡൊമിനിക്ക് അവിടേക്ക് ചെന്നിട്ട് ആ ഒരു പോസ്റ്റർ കീറിയെടുത്തിട്ട് വിക്കിയെ വഴക്ക് പറയുന്നുണ്ട്. 2 ദിവസമായിട്ടല്ല ഇവനെ കാണാതായത്, 2 വർഷമായിട്ടാണ് കാണാതായത്. 2021 ഡിസംബർ 31 മുതലാണ് ഇവനെ കാണാതായിരിക്കുന്നത്. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ നീ സൂക്ഷിച്ച് പ്രിന്റ് ചെയ്യണം. ഇതെല്ലാം ടോണിയെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡൊമിനിക്ക് ചെയ്തത്. എന്നിട്ട് ടോണിയെ മൈൻഡ് പോലും ചെയ്യാതെ ഡൊമിനിക്കും വിക്കിയും അവിടെ നിന്ന് പോയി. ടോണിക്ക് കാർത്തികിനെ കുറിച്ച് എന്തോ അറിയാമെന്ന് ഡൊമിനിക്കിന് സംശയം തോന്നി തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം ഡൊമിനിക്കിന്റെ വീട്ടിലേക്ക് നന്ദിത വരുന്നുണ്ട്. കൊച്ചിയിലൊരു ഡാൻസ് പ്രോഗ്രാമിന് വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതിയെന്നും ചേട്ടന്റെ കേസ് എവിടെ വരെ ആയെന്ന് ചോദിക്കാമെന്നും കരുതി. ഡൊമിനിക്ക് ഇപ്പോൾ അന്വേഷിക്കുന്നത് പൂജയാണോ കാർത്തികിനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡൊമിനിക്ക് പറയുന്നുണ്ട് പൂജയെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കാർത്തികിന് എന്ത് സംഭവിച്ചു എന്നറിയണം. എന്നാൽ മാത്രമേ എനിക്ക് പൂജയിലേക്ക് എത്താൻ പറ്റൂ. പിന്നെ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ടോണിയിലേക്കാണെന്നും പറയുന്നു. മാത്രമല്ല നിങ്ങളുടെ ആ നാട്ടിലേക്ക് ഞാൻ പോയിരുന്നു എന്ന് പറയുമ്പോൾ നന്ദിത ചോദിക്കുന്നുണ്ട് താനതിന് അഡ്രസ് ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ എന്ന്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പോയി എന്നാണ് ഡൊമിനിക്ക് പറയുന്നത്. ട്രൂപ്പിന്റെ ഓണർ ചന്ദ്രശേഖർ മാമയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു എന്ന് ഡൊമിനിക്ക് പറയുന്നു. അങ്ങനെ ഡൊമിനിക്കിന്റെ ആ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നന്ദിത നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഗുണ്ടകൾ വരികയും ഡൊമിനിക്കുമായിട്ട് അടിയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വിധത്തിൽ അവരെയൊക്കെ അടിച്ചോടിച്ചു. കുറച്ചടി ഡൊമിനിക്കിനും കിട്ടിയിരുന്നു. ആ സമയത്ത് ഡൊമിനിക്കിന് ഒരു കോള് വരുന്നു. അത് ടോണിയുടെ കോളായിരുന്നു. എന്റെ വീടിന്റെ മുന്നിൽ ഇനി പോസ്റ്റർ ഓടിക്കാൻ നീ ചിന്തിക്കുകയും വേണ്ട, നിനക്കൊരു ബന്ധമില്ലാത്ത ഇക്കാര്യത്തിൽ നീ ഇനി ഇടപെടുകയും വേണ്ടെന്ന് പറയുന്നു. ടോണിയുടെ ഭീഷണി ഒന്നും തന്നെ ഡൊമിനിക്ക് വകവയ്ക്കുന്നില്ല. പിന്നീട് നന്ദിത അവിടെ നിന്നും പോയി. വിക്കിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഡൊമിനിക് ആകട്ടെ ആ പ്രകാശിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ന്യൂ ഇയറിനടുത്ത് ഒരു ഫോട്ടോ ആകട്ടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാകട്ടെ അയാളുടെ നെറ്റിയിൽ ഒരു ചെറിയ മുറിവുണ്ട്. എന്നാൽ ഡിസംബർ 31 അവരെന്തോ ഫംഗ്ഷനിൽ വെച്ചെടുത്തൊരു ഫോട്ടോ ആകട്ടെ അവരുടെ ഓഫീസിൽ കണ്ടതായിട്ട് ഡൊമിനിക്ക് ഓർക്കുന്നുണ്ട്. അതൊന്നുകൂടി പോയി ഡൊമിനിക്ക് ചെക്ക് ചെയ്യുന്നു. അതിൽ ആ മുറിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 31 രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വൈകുന്നേരം എടുത്ത ഫോട്ടോയിൽ ആ മുറിവില്ല. പിറ്റേന്ന് രാവിലെ എടുത്ത ഫോട്ടോയിൽ ആ മുറിവുണ്ട്. അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് പ്രകാശിനെ ഒരു ട്രാപ്പിലാക്കുകയാണ് ഡൊമിനിക്ക്. പ്രകാശിനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും അയാൾ അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എംപ്ലോയി വന്നിട്ട് ഡൊമിനിക്കിനോട് പോവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രകാശ് അവിടെ തന്നെ ഉണ്ടെന്ന് ഡൊമിനിക്കിന് ഉറപ്പായിരുന്നു. പിന്നീട് ഡൊമിനിക്ക് കാണാൻ പോകുന്നത് പൂജയുടെ അമ്മയാണ്. അവര് പറയുന്നുണ്ട് പൂജയുടെ കേസിൽ പോലീസിന് വലിയ താല്പര്യമൊന്നും തന്നെ ഇല്ലാന്ന്. അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോന്ന്. കാർത്തികിനെ പറ്റി അയാൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ആ പയ്യനെ തനിക്കറിയാം, തന്റെ മകൾ ആ പയ്യനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊരു വല്ലാത്ത ക്യാരക്ടറാണ്. ഇടയ്ക്കൊക്കെ 1-2 ആഴ്ച ഇവളോട് പോലും പറയാതെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകും. അവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കിടാറൊക്കെ ഉണ്ട്. എന്നാൽ 2 വർഷം മുമ്പ് അവർ മൂന്നാറിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിനുശേഷം കാർത്തിക് മിസ്സാണ്. കാർത്തിക് കാരണം പൂജ കാണാതായതാണോ, പൂജ കാരണം കാർത്തിക് കാണാതായതാണോ എന്നൊക്കെ കണ്ടുപിടിച്ചെങ്കിലേ പറ്റൂ. പൂജയുമായിട്ട് എന്നാണ് അവസാനം സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളെ കാണാതായെന്ന് രാവിലെയാണെന്നാണ് അവര് പറയുന്നത്. സാധാരണ അവൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഓരോ വീഡിയോസ് ഒക്കെ അയച്ചു തരും. അങ്ങനെ അവൾ അയച്ചൊരു വീഡിയോ ലിങ്ക് ആകട്ടെ ഓപ്പൺ ആകാത്ത കാരണം ഞാൻ അവളോട് ചോദിച്ചായിരുന്നു. തിരിച്ചു വിളിക്കാം, തിരക്കില്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞു. ഡൊമിനിക്ക് പൂജയുടെ ആ പേഴ്സ് എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തില് നമ്മുടെ ഡൊമിനിക്കും വിക്കിയും കൂടി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പൂജ ഉണ്ടായിരുന്നു. അവളുടെ പേഴ്സ് ഒഴിച്ചു മാറ്റിക്കൊണ്ട് ഒരാൾ പോകുന്ന വഴിക്കാണ് ഡൊമിനിക്കിനെ തട്ടുകയും ആ പേഴ്സ് താഴെ വീഴുകയും ചെയ്തത്. ഡൊമിനിക്ക് അത് അയാൾക്കെടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പേഴ്സ് മോഷ്ടിച്ചുകൊണ്ടുപോയ ആളാകട്ടെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന ക്യാഷ് എടുത്തിട്ട് പേഴ്സ് അവിടെ
തന്നെ വെച്ചിട്ട് പോയി. അവിടെ നിന്നാണ് മാധുരിക്ക് ആ പേഴ്സ് കിട്ടിയത്. പിന്നീട് കാണിക്കുന്നത് ആ പ്രകാശിന് അയാളുടെ തന്നെ കൊളീഗായ ദൃശ്യ എന്ന് പറയുന്ന പെൺകുട്ടി മെസ്സേജ് അയക്കുന്നതാണ്. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. ഒരിടത്ത് വെച്ച് കാണാമെന്നും പറയുന്നു. ഇയാള് പലതവണ അവളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവൾ ഒഴിവായതായിരുന്നു. എന്നാൽ ഇത്തവണ അവൾ കാണാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ അവൾ അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഡൊമിനിക്കിന് വേണ്ടിയായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡൊമിനിക്കിനെ കണ്ടതും അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. കാർത്തിക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ദൃശ്യ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഡൊമിനിക്ക് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ടോണിയും ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റർ കണ്ട സമയത്തും ടോണി ആദ്യം വിളിച്ചത് പ്രകാശിനെയായിരുന്നു. ഡിസംബർ 31 രാത്രിയിലാകട്ടെ ടോണിയുടെയും പ്രകാശിന്റെയും കാർത്തികിന്റെയും ഫോണ് ഒരേ ലൊക്കേഷനിൽ തന്നെ വന്നിട്ടുമുണ്ട്. മാത്രമല്ല ഇയാളുടെ നെറ്റിയിലെ മുറിവിനെ പറ്റി ദൃശ്യയോട് അന്വേഷിച്ചപ്പോൾ ദൃശ്യയോട് അയാൾ പറഞ്ഞിരുന്നത് കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പറ്റിയതാണെന്നാണ്. എന്നാൽ അയാളുടെ വണ്ടി പരിശോധിച്ചപ്പോൾ അയാളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിലായിരുന്നു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അത് അയാൾ സർവീസിന് വേണ്ടിയിട്ട് പുറത്തെവിടെയോ ആയിരുന്നു കൊടുത്തിരുന്നതും. അതിൽ നിന്നെല്ലാം തന്നെ ഡൊമിനിക്കിന് ഒരുപാട് ഡൗട്ടുകൾ തോന്നിയിരുന്നു. അങ്ങനെ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരാണെന്നും സത്യങ്ങൾ തുറന്നു പറയാനും പറയുമ്പോൾ പേടിച്ചുകൊണ്ട് അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഡിസംബർ 31 രാത്രിയിലാകട്ടെ ടോണിയും പ്രകാശും ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് അവിടേക്ക് വന്നിരുന്നു. എന്നാൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസിന്റെ എതിർഭാഗത്തുള്ള കക്ഷിയുമായിട്ട് പ്രകാശ് ബന്ധം പുലർത്തുന്നത് കണ്ടതോടുകൂടി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ശ്രമമാണിതെന്നെല്ലാം തന്നെ കാർത്തിക്കിന് മനസ്സിലായി. പ്രകാശും ടോണിയും ഒരുമിച്ചുള്ള ആ ഒരു ടൈപ്പ് കാർത്തിക് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതോടുകൂടി ഇവർ കാർത്തികിനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. കാർത്തികിന്റെ കയ്യിൽ നിന്ന് ആ ഫയൽസ് എല്ലാം തന്നെ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചു. എന്നാൽ കാർത്തിക് അവിടെ നിന്ന് ബൈക്ക് എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. അവനെ ഫോളോ ചെയ്ത് പോകുന്ന വഴിക്ക് ഒരിടത്ത് വെച്ച് അവന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇവർ തട്ടുന്നു. അവനും ബൈക്കും ചേർന്നിട്ട് നേരെ വെള്ളത്തിലേക്കാണ് പോയി വീഴുന്നത്. ഒരു സമയത്താണ് അയാളുടെ നെറ്റിയിൽ മുറിവ് പറ്റിയതും. കുറച്ചുനേരം നോക്കിയെങ്കിലും അവിടെ എങ്ങും തന്നെ കാർത്തികിനെ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചു എന്ന് പേടിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇതൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു എന്നാണ് പ്രകാശ് പറയുന്നത്. അങ്ങോട്ടുള്ള അന്വേഷണം തനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും പറ്റുമെന്ന് ഡൊമിനിക്കിന് മനസ്സിലായി. അങ്ങനെ അയാളുടെ പരിചയത്തിലുള്ള പോലീസുകാരനോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അങ്ങനെ പോലീസിന്റെ സഹായത്തോടു കൂടി 2 വർഷം മുമ്പ് കാണാതായ കാർത്തിക്കിന്റെ ആ ബോഡിയും ആ ബൈക്കും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ബോഡിയെല്ലാം അഴുകിയിട്ടുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ അവിടെ അന്വേഷിക്കുന്ന സമയത്ത് ഡൊമിനിക്ക് നേരെ പോകുന്നത് നന്ദിതയെ കാണാനാണ്. അവളാകട്ടെ അവിടെ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഇന്ന് കാർത്തികിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവൾ 2 ബൗളിലായിട്ട് പായസം കൊണ്ടുവന്നു. എന്നാൽ ആ സമയത്ത് ഡൊമിനിക്ക് നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട് ഞങ്ങൾ കാർത്തികിന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയാണെന്ന്. അവളുടെ കയ്യിൽ നിന്ന് ആ 2 പായസത്തിന്റെ ബൗളും താഴേക്ക് വീഴുന്നു. അവൾ ആകെ തകർന്ന് നിലത്തിരിക്കുകയാണ്. അപ്പോൾ താൻ ഇനി ചേട്ടന് വേണ്ടി കാത്തിരിക്കേണ്ട അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുകയായിരുന്നു. ഡൊമിനിക്ക് അവളെ ആശ്വസിപ്പിക്കുന്നു. തിരിച്ചു വീണ്ടും ആ ലേക്കിന്റെ അടുത്ത് എത്തുമ്പോഴാകട്ടെ അവിടെ നിന്നും കാർത്തികിന്റെ ബൈക്ക് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ബോഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലിൽ കെട്ടി താഴ്ത്തിയ നിലയിൽ ഒരു ബോഡി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബോഡി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ചാക്കിൽ കെട്ടിയ അവസ്ഥയിലായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആക്സിഡന്റ് ആവാൻ സാധ്യതയില്ലാന്ന് പറഞ്ഞിട്ട് അവർ ആ ചാക്ക് തുറന്നതും ആ ബോഡി കണ്ട് ശരിക്കും അവർ ഞെട്ടി. 2 വർഷം പഴക്കമുള്ളൊരു ബോഡി ആയിരുന്നില്ല അത് പൂജയുടെ ബോഡിയായിരുന്നു. കാർത്തികിന്റെ ബോഡി എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ കാർത്തിക് ജീവനോടെ ഉണ്ടാകാം. പൂജയുടെ ബോഡി എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. അവർ വീണ്ടും നേരെ നന്ദിതയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് ഡൊമിനിക്കിനെ അയാളുടെ സുഹൃത്തായ പോലീസുകാരൻ വിളിക്കുന്നുണ്ട്. ഡൊമിനിക്ക് 2 നമ്പേഴ്സിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നമ്പർ 2021 ഡിസംബർ 31 ഇനാക്റ്റീവ് ആയി എന്നും രണ്ടാമത്തെ നമ്പർ നേരത്തെ തന്നെ എടുത്തതാണെങ്കിലും 2022 ജനുവരി 1 മുതലാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയതെന്നും പറയുന്നുണ്ട്. ഈ 2 നമ്പേഴ്സിന്റെ ഇടയിൽ കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഡൊമിനിക്ക് വഴിയിൽ വണ്ടി നിർത്തിയ ശേഷം മാധുരിയെ വിളിച്ചിട്ട് പൂജയുടെ ബോഡി കിട്ടിയ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പൂജയുടെ അമ്മയെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് പൂജ എന്ന് അയച്ചു തന്ന കുറച്ച് വീഡിയോസും ലിങ്കുകളും ഇല്ലേ അതൊന്ന് തനിക്ക് അയച്ചു തരാൻ. വീഡിയോ ഓപ്പൺ ആക്കി നോക്കുമ്പോ അതെല്ലാം തന്നെ നമ്മുടെ നന്ദിതയുടെ ഡാൻസ് വീഡിയോസ് ആയിരുന്നു. അവർ നേരെ നന്ദിതയുടെ വീട്ടിലേക്ക് പോകുന്നു. വിക്കിക്കാകട്ടെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഡൊമിനിക്ക് പറയുന്നുണ്ട് പൂജ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ആ നന്ദിതയുടെ വീട്ടിലെ ജോലിക്കാരൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഡൊമിനിക്ക് അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന്. പൂജയുടെ ഫോട്ടോ ആയിരുന്നു അത്. ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പണ്ട് മുതലേ ഈ കുട്ടികളുടെ കൂടെ ഉണ്ട് എന്നും കാർത്തിക്കാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ കാർത്തിക് പോയ ശേഷം ഞാനിപ്പോൾ നന്ദിതയുടെ കൂടെയാണെന്നും. വിക്കിയെ പുറത്ത് നിർത്തിയ ശേഷം ഡൊമിനിക്ക് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോകുന്നു. നന്ദിതയെ കണ്ട ശേഷം അവളോട് നന്ദിതയുടെ അയാൾ പറയുന്നുണ്ട് ലേക്കിൽ നിന്ന് കാർത്തിക്കിന്റെ ബോഡി കിട്ടിയില്ല എന്ന്. കാർത്തിക്കിന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് കാർത്തിക് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് അവൾക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയിരുന്നു. ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം, ഇന്നവന്റെ ബർത്ത്ഡേ അല്ലേ, പായസം തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡൊമിനിക്കിനെ അകത്തേക്ക് വിളിക്കുന്നു. ഡൊമിനിക്ക് ഉള്ളിലേക്ക് കടക്കുന്നു. നന്ദിത പോയി ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട്. ആ ഫ്രിഡ്ജ് പാതി ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മളെ കാണിക്കുന്നുണ്ട്. അവളോട് കാശ് ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു ജോണില്ലേ അയാൾ മരിച്ച നിലയിൽ ആ ഫ്രിഡ്ജിനുള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് കാണാതെ പെട്ടെന്ന് തന്നെ അവൾ ആ ഡോർ അടയ്ക്കുന്നു. എന്നിട്ട് പായസം എടുത്ത് ഡൊമിനിക്കിന് കൊടുക്കുന്നു. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. നന്ദിത ഇതുപോലെ തന്നെയാണ് ആ ജോണിനെയും പായസം കുടിക്കാൻ വിളിച്ചിരുത്തിയത്. എന്നാൽ ആ പായസത്തിൽ വിഷമുണ്ടായിരുന്നു. അത് കഴിച്ചാണ് അയാൾ മരിച്ചതും. എന്നാൽ ഡൊമിനിക്കാകട്ടെ ആ ഒരു പായസം കുടിക്കുന്നതിന് മുമ്പ് നന്ദിതയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ജനുവരി 1 അവൾ പറയുന്നു. എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ 25 എന്ന് പറയുന്നു. 15ാമത്തെ വയസ്സിലല്ലേ നിങ്ങൾക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ
ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിനുശേഷം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് നാഗർകോവിൽ തന്നെയായിരുന്നു ചന്ദ്രശേഖരൻ അങ്കിളിന്റെ കൂടെ. അയാളുടെ കൂടെ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം കൽക്കത്തയിലേക്ക് പോയി. കൽക്കത്തയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. ഡാൻസ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഒരു 3 വർഷം ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. അതിനുശേഷം 2 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. ബംഗാളി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നു. അവൾ കുറച്ച് കാര്യങ്ങൾ ബംഗാളിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൊമിനിക്കിനും ബംഗാളി അറിയാമായിരുന്നു. എന്നാൽ ഡൊമിനിക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൽക്കത്തയിൽ ഉണ്ടായിരുന്ന ആ സമയത്തൊന്നും തന്നെ കാർത്തിക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാർത്തികിന്റെ ഫോണിൽ നിന്ന് ഒരു കൽക്കട്ട നമ്പറിലേക്കും കോള് പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഫോണിലൂടെ സംസാരിക്കാറില്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. മാത്രമല്ല അന്ന് ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് മാത്രമാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇത്രയും അഗാധമായിട്ട് സ്നേഹിക്കുന്ന സഹോദരന്മാർ തമ്മിൽ എന്തുകൊണ്ട് പരസ്പരം സംസാരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ഫോണിൽ സംസാരിക്കാറില്ലായിരുന്നു, പലയിടങ്ങളിൽ വെച്ച് കാണാറുണ്ടായിരുന്നു എന്ന്. അവൾ കൊൽക്കത്തയിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് അയൽവക്കത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും ഒക്കെ നമ്പേഴ്സ് തരാൻ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ നന്ദിത ആകെ ടെൻഷനായി. നെയിംസ് തരാം, നമ്പേഴ്സ് തരുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് അയാൾ പറയുന്നു. നിങ്ങൾ എന്നെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുകയല്ലേ, ഞാൻ പോലീസിനെ വിളിക്കണമെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലുമല്ല, നിങ്ങളിപ്പോ എന്നെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. 15 വയസ്സിന് ശേഷമുള്ള നന്ദിതയെ ആരും തന്നെ കണ്ടിട്ടില്ല. നന്ദിതയെക്കുറിച്ച് റെക്കോർഡിക്കലായിട്ട് ഒന്നും തന്നെ എവിടെയും കിട്ടുന്നുമില്ല. കാർത്തികിനെ കാണാതായ ശേഷമാണ് നന്ദിത എന്ന് പറയുന്ന പെൺകുട്ടിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അന്ന് പൂജ ഇവിടെ വന്നിരുന്നോന്നുകൂടി ഡൊമിനിക്ക് ചോദിക്കുന്നു. ഇല്ലെന്നാണ് നന്ദിത പറയുന്നത്. എന്നാൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നന്ദിതയെ കാണാൻ വേണ്ടിയിട്ടാണ്. നന്ദിതയുടെ കുറച്ച് വീഡിയോസും പൂജ അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാർത്തികിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്നെ പലർക്കും അറിയാം. അങ്ങനെ ചിലപ്പോൾ അവൾ വന്നിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അത് വെച്ചിട്ടായിരിക്കും അവൾ വീഡിയോസ് അയച്ചു കൊടുത്തതും. അവൾ അങ്ങനെ കൂളായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഡൊമിനിക്ക് പറയുന്നുണ്ട്, ലേക്കിൽ നിന്ന് പൂജയുടെ ബോഡി കിട്ടിയെന്ന്. ഇത് കേട്ടതും അവളൊന്ന് ഷോക്കായിരിക്കുന്നു. അതുകൊണ്ടാണോ നിങ്ങൾ എന്റെ അടുത്ത് പൂജ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇപ്പൊ ചോദിച്ചത്? ഞാനാണ് പൂജയെ കൊന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്? എന്റെ സഹോദരൻ എവിടെയാണെന്ന് അവൾക്കറിയാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ എന്തിനാണ് അവളെ വെറുതെ കൊല്ലുന്നത്? ചിലപ്പോ അവൾ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകാം. 10th ജനുവരി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവൾ ഇവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഡൊമിനിക്ക് പറയുന്നു, താൻ 10th ജനുവരി എന്ന് പറയുന്ന ഒരു ഡേറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അവൾ പറയുന്നുണ്ട്, ആദ്യം കണ്ട സമയത്ത് നിങ്ങൾ എന്നോട് ഈ ഡേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാൽ ഡൊമിനിക്ക് പറയുന്നുണ്ട്, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജനുവരി 9-ാം തീയതി അവൾ അവളുടെ വീട് വിട്ട് ഇറങ്ങി എന്നാണ്. എന്നാൽ അവളാകട്ടെ ഡൊമിനിക്കിന്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പ്ലീസ് എന്ന് പറയുന്നു. ആ സമയത്ത് മറ്റൊരിടത്തു നിന്നും ഒരു കോൾ ഡൊമിനിക്കിന് വരുന്നുണ്ട്. അതാ ചന്ദ്രശേഖർ ആയിരുന്നു. ഡൊമിനിക്ക് ഫോണിന്റെ ഇതുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറുന്നുണ്ട്. കാർത്തികുമായിട്ട് കണ്ട് സംസാരിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ചെറുപ്പം മുതലേ അവനവന്റെ സഹോദരി നന്ദിതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും അവന് നഷ്ടപ്പെട്ടു. അവസാനം നന്ദിതയെ അവന് നഷ്ടപ്പെട്ടു. എന്നാൽ ഇത് കേട്ട് ഡൊമിനിക്ക് ഞെട്ടി. ഞാൻ നന്ദിതയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്നും ഡൊമിനിക്ക് അയാളോട് ചോദിക്കുന്നു. കാർത്തികിന്റെ സഹോദരൻ നന്ദിതയെ പറ്റി തന്നെയാണ് താൻ പറയുന്നത്. 15ാമത്തെ വയസ്സിൽ ഒരു ഹാർട്ട് ഇഷ്യൂ വന്നിട്ടാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. അത് കേട്ട് ഡൊമിനിക്ക് ശരിക്കും ഞെട്ടിപ്പോയി. നന്ദിതയുടെ ആ ഒരു മരണവിവരം അറിഞ്ഞിട്ട് പോലും കാർത്തിക് വന്നിട്ടുണ്ടായിരുന്നില്ല. നന്ദിത മരിച്ചുവെന്ന് കാർത്തിക് പിന്നീട് ഒരിക്കലും വിശ്വസിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൻ ഏകദേശം 19 വയസ്സുണ്ടായിരുന്നു. കാർത്തിക് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു പെൺതനിമ എപ്പോഴും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ച് ഗേളിഷ് ആയിരുന്ന അവനാകട്ടെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ആണാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തി കൂടിയായിരുന്നു അവൻ. സ്റ്റേജിൽ അവൻ കൂടുതലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. പെട്ടെന്ന് തന്നെ ഡൊമിനിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൽബംസ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. കാർത്തിക് ഒരു ലേഡിയെ പോലെ തന്നെ വസ്ത്രം ധരിച്ച് അഭിനയിച്ചിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ നോക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് കാർത്തികിന്റെ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി സാരി എടുത്ത് ഇറങ്ങിപ്പോകുന്നത് താൻ കണ്ടു എന്ന് കാർത്തികിന്റെ നെയ്ബർ പറഞ്ഞ കാര്യങ്ങളും ഡൊമിനിക് ഓർക്കുന്നു. പിന്നീട് ജോണിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ കാര്യങ്ങളും എല്ലാം കൂടി ആലോചിക്കുന്നതോടുകൂടി ഡൊമിനിക്കിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ കൂടെയുള്ളത് നന്ദിതയല്ല, അത് കാർത്തിക് തന്നെയാണ്. സർജറി ചെയ്ത് ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. അവന്റെ മരിച്ചുപോയ സഹോദരിയുടെ പേരും സ്വീകരിച്ചിരിക്കുന്നു. കോള് കട്ട് ചെയ്ത ശേഷം ഡൊമിനിക് ഇതിനെപ്പറ്റി അവളോട് സംസാരിക്കുന്നുണ്ട്. 25 വർഷമായിട്ട് നീ കൊണ്ടുതന്ന പുരുഷന്റെ ശരീരം നീ ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. ഞാൻ ആദ്യം നിന്നെ അന്വേഷിച്ചു വന്ന സമയത്ത് തന്നെ നീ തന്നെയാണ് കാർത്തിക് എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോയനെ. പൂജയെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുമായിരുന്നില്ല. അന്ന് നീ അത് ഒളിപ്പിച്ചു വെച്ചെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ടാകും. നിനക്ക് എന്തൊക്കെയോ മറക്കാനുണ്ട്. നീ പൂജയെ കൊന്നു, എന്തിനു കൊന്നു എന്ന് ഡൊമിനിക് അവളോട് ചോദിക്കുന്നു. അവളെ കാർത്തിക് എന്ന് വിളിച്ച് ഡൊമിനിക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നന്ദിതയാണെന്നും കാർത്തിക് അല്ലാന്നും പറയുന്നു. എന്നാൽ ഡൊമിനിക് പറയുന്നുണ്ട് നന്ദിത ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന്. നീ കാർത്തിക് തന്നെയാണ്. അന്ന് ആ ആക്സിഡന്റിന് ശേഷം കാർത്തിക് ലേക്കിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതവൻ ഒരു അവസരമായിട്ട് എടുക്കുകയായിരുന്നു. എന്തായാലും ആ ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം താൻ എന്തുകൊണ്ട് നന്ദിതയായി ജീവിച്ചുകൂടാ എന്ന് അവന് തോന്നുന്നു. ഓൾറെഡി തന്നെ അവൻ അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. പൂജയെ അവൾ കൊല്ലാൻ കാരണം നന്ദിതയെ കണ്ടെത്തിയിട്ട് പൂജ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നീ കാർത്തിക് അല്ലേ എന്നും ഇതിനാണെങ്കിൽ എന്നെ എന്തിനാണ് പ്രേമിച്ചതെന്നും ചോദിച്ചിട്ട് അവൾ ഷൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നത് കാരണമാണ് നന്ദിതയുടെ കൺട്രോൾ പോയതും അവളെ കൊന്നതും. ഇൻസ്റ്റഗ്രാമിൽ നന്ദിതയുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് പൂജയ്ക്ക് ഡൗട്ട് തോന്നിയത് അത് കാർത്തിക് ആണെന്ന്. അങ്ങനെയാണ് അവൾ അന്വേഷിച്ചു വന്നതും. ചന്ദ്രശേഖർ മാമയിൽ നിന്നും നന്ദിത എന്ന കാർത്തികിന്റെ സഹോദരി 15ാമത്തെ വയസ്സിൽ മരിച്ച വിവരം ഡൊമിനിക്ക് മനസ്സിലാക്കിയെന്നറിഞ്ഞതോടുകൂടി അവൾ രണ്ടും കൽപ്പിച്ച് ഡൊമിനിക്കിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അവൾ കത്തിയെടുത്ത് വെട്ടുകയായിരുന്നു. ഡൊമിനിക്കിന്റെ കയ്യിലൊക്കെ ചെറിയ രീതിയിൽ പരിക്കുകൾ പറ്റി. ഇത്രയും നേരമായിട്ടും ഡൊമിനിക്കിനെ കാണാത്ത കാരണം
വിക്കി എവിടേക്ക് ഓടി വരുന്നു. എന്നാൽ അവൻ ഓടി വരുമ്പോൾ കാണുന്നത് ആ വേലക്കാരൻ ഡൊമിനിക്കിന്റെ തലയിൽ അടിക്കുന്നതാണ്. അയാളുടെ വയറ്റിലും ഒരു കത്തി കുത്തിയിട്ടുണ്ടായിരുന്നു. വിക്കിയെ കണ്ടതും നന്ദിത എന്ന ആ കാർത്തിക്കിനെ വിളിച്ചുകൊണ്ട് വേലക്കാരൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഡൊമിനിക്ക് വിക്കിയോട് പറയുന്നു. പിന്നീട് കാർത്തിക്കിന്റെ ആ പഴയ കാലമാണ് കാണിക്കുന്നത്. അവന് കൂട്ടായിട്ട് അവന്റെ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ അമ്മ വിട്ടുപോയി. സ്നേഹിക്കാൻ അറിയാത്തൊരു അച്ഛൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കാർത്തിക് ഇങ്ങനെ സ്ത്രീകളെ പോലെ ഒരുങ്ങുന്നതെല്ലാം തന്നെ അയാൾ തടഞ്ഞു. നീ പെണ്ണല്ല ആണാണെന്ന് പറഞ്ഞിട്ട് അവനെ ഒരുപാട് തല്ലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേഷ്യം വന്നിട്ട് അവൻ തന്നെയാണ് അവന്റെ അച്ഛനെ തള്ളിയിട്ട് കൊല്ലുന്നത്. അതിനുശേഷം പതിയെ പതിയെ അവന്റെ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. സഹോദരിയുടെ മരണശേഷം സഹോദരിയുടെ ഐഡന്റിറ്റി സ്വീകരിച്ച് നന്ദിതയായി ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. നന്ദിത എന്ന പെൺകുട്ടിയാണ് ഞാൻ. ആ വ്യക്തിത്വത്തിന് എതിര് നിൽക്കുന്ന എല്ലാവരെയും തന്നെ ഞാൻ കൊല്ലുമെന്നും അവൾ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡൊമിനിക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നന്ദിത താമസിച്ചിരുന്ന ആ ഒരു വീട് കാണിക്കുന്നതാണ്. പൂജ എന്ന പെൺകുട്ടിയെയും പലിശക്കാരനായ ജോണിനെയും മദ്യപാനിയായി തന്റെ അച്ഛനെയും കൊന്ന കാർത്തിക് ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നു. അയാളുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയും അയാളുടെ വീഡിയോസിനെല്ലാം ഒരുപാട് പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അയാളുടെ അടുത്തേക്ക് ഒരുപാട് കേസുകൾ വരുന്നു. വിക്കി എപ്പോഴും അയാളുടെ അസിസ്റ്റന്റായി തന്നെ തുടർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ വിക്കിയോട് പറയുന്നുണ്ട്, ഞാൻ ആൻഡമാനിലേക്ക് പോവുകയാണെന്ന്. അതേസമയം ആൻഡമാനില് നന്ദിതയെ ജീവിക്കുന്ന കാർത്തികിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവളും ഡൊമിനിക്കിന്റെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും അവൾ എങ്ങനെയാണ് കൊന്നതെന്നും എവിടെ വെച്ചാണ് അവരെയൊക്കെ കൊല ചെയ്തതെന്നും ഒക്കെ ഡൊമിനിക് അതിലൂടെ പറയുന്നത്. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവളെ തേടി ഡൊമിനിക്ക് അവിടേക്ക് വരുന്നു. പിന്നീട് അവളെ പിടിക്കാൻ കേരള പോലീസിനെ ഡൊമിനിക്ക് സഹായിച്ചു എന്ന് കാണിക്കുന്ന പത്രക്കട്ടിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.